എൻ്റെ വീട്ടിലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ചുമ്മാ ഇന്ന് അതെടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത്. അത് അധികം ബുഷിയൊന്നുമല്ല. കൂടാതെ നോക്കി അതിനകത്ത് വേറൊരു പ്ലാന്റും കൂടി. എന്തിനാ ഈ 2 പ്ലാന്റിൻ്റെ ആവശ്യം? അങ്ങനെ ഞാൻ വിചാരിച്ചു. അതിലൊരാൾ നമുക്ക് പുറത്താക്കിയിട്ട് ഈ മണി പ്ലാന്റിന് മാത്രം വെച്ച് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ ദേ വേറെ കുറച്ച് കട്ടിങ്സും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്തത് കറക്റ്റായിട്ട് ഇതിനകത്ത് നോക്കിയാൽ ഓരോന്നിനകത്തും നമുക്ക് ഇതിൻ്റെ റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂട്ടുള്ളപ്പോൾ നമുക്കിത് വേഗം വളർന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ബുഷിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ കട്ടിങ്സ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരുമിച്ച് നട്ട് കൊടുത്ത് ഇത് ബുഷിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആ പ്ലാന്റും കൂടി ഞാനിങ്ങനെ ഇളക്കിയെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ആദ്യത്തിനെ കാട്ടി ഇപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നില്ലേ. പിന്നെ അതിനകത്ത് കുറച്ച് പെബിൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തു. ഇതിനകത്തിപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതിനകത്തുണ്ടായിരുന്ന ആ മണ്ണ് കൊണ്ട് തന്നെ വീണ്ടും അതിനെ ഒന്ന് നട്ട് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഈ പോട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. എനിക്ക് പോട്ടിൻ്റെ കളറാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നല്ല റെഡ് കളർ. ആ കളറാണെങ്കിൽ ഈ പ്ലാന്റുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഈ പ്ലാന്റിൻ്റെ ആ ഗ്രീനും വൈറ്റും കളറും ഒക്കെ ഒത്തിരി എടുത്തറിയിക്കുന്ന പോലെയാണ് ഈ ഒരു പോട്ടിൻ്റെ കളർ. ഇതിനെ കാണാനാണെങ്കിൽ കണ്ടാൽ തോന്നും നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ് ആണെന്ന്. അത്രയ്ക്ക് നല്ലൊരു മിനുസമാണ് അതിൻ്റെ ആ ലീഫും പിന്നെ ആ കളറും. നല്ല രസമുണ്ട് ഇത് കാണാൻ.